ഉപതെരഞ്ഞെടുപ്പ് ചർച്ചകൾക്കിടെ കെ.സി. വേണുഗോപാൽ പി.വി. അൻവർ രഹസ്യ കൂടിക്കാഴ്ച ഇന്ന് രാത്രി 8 മണിയോടെ കോഴിക്കോട് വെച്ചാണ് കൂടിക്കാഴ്ച നടക്കുക. അതേസമയം മാധ്യമങ്ങളോട് ക്ഷുഭിതരായി വി.ഡി. സതീശൻ രംഗത്ത് വന്നു. മാധ്യമങ്ങൾ കോൺഗ്രസിൽ പൊട്ടിത്തെറിയുണ്ട് എന്ന് പറഞ്ഞു. കെ. സുധാകരന്റെ വാക്കുകൾ വളച്ചൊടിച്ചു. ഇത് നാണം കെട്ട മാധ്യമ പ്രവർത്തനമെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. എനിക്ക് വേറെ ഒന്നും അത് സംബന്ധിച്ച് പറയാനില്ല. ഞാൻ അവസാന തീരുമാനം ഇന്നലെ പറഞ്ഞത് തന്നെ ഉറച്ചു നിൽക്കുന്നു. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ചില ചാനലിൽ കോൺഗ്രസിൽ പൊട്ടിത്തെറിയെന്ന് പറഞ്ഞു. കെ. സുധാകരൻ അദ്ദേഹമായിട്ട് ഒരു ബൈറ്റ് കൊടുത്തപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, വി.ഡി. സതീശനാണല്ലോ പ്രതിപക്ഷ നേതാവിനെയാണല്ലോ ഏറ്റവും കൂടുതൽ ആക്രമിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, അത് എന്തിനാണ്? അദ്ദേഹം ഒറ്റയ്ക്കെടുത്ത തീരുമാനമല്ലല്ലോ, എല്ലാവരും കൂടി ചേർന്നെടുത്ത തീരുമാനമല്ലേ എന്ന് ചോദിച്ചു. ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞ അതേ കാര്യമാണ്. എന്നിട്ട് 2-3 ചാനൽ അത് ട്വിസ്റ്റ് ചെയ്ത് സതീശൻ ഒറ്റയ്ക്കല്ല തീരുമാനം എടുക്കേണ്ടത് എന്ന് പറയുന്നു. ഇത് നാണം കെട്ട മാധ്യമപ്രവർത്തനമാണ്. അത് അവസാനിപ്പിക്കും. അൻവറിന്റെ UDF പ്രവേശനം പ്രതിപക്ഷ നേതാവ് മാത്രം തീരുമാനിക്കേണ്ടതല്ല എന്നായിരുന്നു സുധാകരന്റെ പ്രതികരണം. അതിലേക്ക് പോയി. ഇനി അദ്ദേഹം വേണ്ട എന്ന് പറഞ്ഞ് ആരെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ആ പ്രവർത്തനത്തെ മരവിപ്പിക്കാനുള്ള ശ്രമം ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകും. ഞങ്ങളൊക്കെ അദ്ദേഹം ഞങ്ങളോടൊപ്പം വരണമെന്ന് പറയുന്ന ആളുകളാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ആ ആവശ്യം പ്രതിപക്ഷ നേതാവ് ഒറ്റക്കെടുക്കേണ്ട തീരുമാനമല്ല. അത് പാർട്ടിയുടെ നേതൃത്വം മൊത്തമായി എടുക്കേണ്ട തീരുമാനമാണ്. അത് പാർട്ടിയുടെ മൊത്തം നേതാക്കന്മാർ ഇരുന്ന് ചർച്ച നടത്തി അതിൻ്റെ പുറത്ത് തീരുമാനമെടുക്കും. പിന്നെ വ്യക്തിപരമായ താല്പര്യങ്ങളും വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങളും ഒരു പാർട്ടിക്കകത്ത് പല നേതാക്കന്മാർക്കും പലതരത്തിലുണ്ടാവാം. അത് അദ്ദേഹം പറയുന്നതൊന്നും പാർട്ടിയുടെയോ മുന്നണിയുടെയോ അഭിപ്രായമല്ല, അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. രാഗിൻ ചേരുന്നുണ്ട്. രാഗിൻ, കോൺഗ്രസിൽ ഭിന്നതയില്ല എന്ന് പറയുന്നു. പക്ഷേ ഈ പലരുടെയും പ്രതികരണങ്ങൾ കേൾക്കുമ്പോൾ അങ്ങനെയല്ല തോന്നുന്നത്. കെ.സി. വേണുഗോപാൽ പറയുന്നു, പ്രശ്നങ്ങളുണ്ട് എങ്കിൽ പരിഹരിക്കാം, കമ്മ്യൂണിക്കേഷനിൽ എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ അത് ചർച്ച ചെയ്ത് പരിഹരിക്കാം എന്നൊക്കെ പറയുന്നു. പക്ഷേ വി.ഡി. സതീശൻ പറയുന്നത് അങ്ങനെയല്ല. കെ. സുധാകരനിലേക്ക് വരുമ്പോഴും എല്ലാം ഇപ്പോൾ അവസാനം മാധ്യമങ്ങളുടെ തലയിൽ കൊണ്ടുവയ്ക്കുകയാണ് എല്ലാവരും. തീർച്ചയായും അതായത് വളരെ വ്യക്തമാണ് കെ. സുധാകരന്റെ വാക്കുകൾ. അതായത് പി.വി. അൻവറെ പരസ്യമായി പിന്തുണയ്ക്കുന്നതിനൊപ്പം വി.ഡി. സതീശന്റെ പല നിലപാടുകളെയും തള്ളുന്നതായിരുന്നു കെ. സുധാകരന്റെ വാക്കുകൾ. ആ പ്രതികരണങ്ങളിൽ തന്നെ നമുക്കത് വ്യക്തവുമാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ നിൽക്കുകയാണ് വി.ഡി. സതീശന്റെ പ്രതികരണം ഇപ്പോൾ പുതിയതായി വന്നിരിക്കുന്നത്. വി.ഡി. സതീശൻ ചെയ്തിരിക്കുന്നത് മാധ്യമങ്ങൾക്ക് നേരെ കുറ്റം ചാർത്തുകയാണ് ഉണ്ടായിട്ടുള്ളത്. അതായത് വി.ഡി. സതീശൻ പറയുന്നത്, വി.ഡി. സതീശൻ ഒറ്റപ്പെട്ടല്ലോ എന്ന് കെ. സുധാകരനോട് ചോദിച്ചപ്പോൾ അതെങ്ങനെയാണ്, ഇത് കൂട്ടായി എടുക്കുന്ന തീരുമാനമല്ലേ എന്ന് പറയുകയാണ് കെ. സുധാകരൻ ചെയ്തിട്ടുള്ളത്. അതിനെയാണ് മാധ്യമങ്ങൾ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിച്ചത്. മറിച്ച് ഇത് നടത്തുന്നത് ഒരു ശരിയായിട്ടുള്ള മാധ്യമ പ്രവർത്തനമല്ല എന്ന നിലപാടാണ് ഇപ്പോൾ വി.ഡി. സതീശൻ മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ ഒരു കാര്യം നേരത്തെ സൂചിപ്പിച്ചതുപോലെ വ്യക്തമാണ്. അതായത് ഈ അൻവർ വിഷയത്തിൽ കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ വലിയ ഭിന്നതകളുണ്ട്. ആ ഭിന്നതകൾ നിലനിൽക്കെയാണ് വി.ഡി. സതീശൻ ഇത്തരത്തിൽ മാധ്യമങ്ങളെ ഈ രീതിയിൽ കുറ്റം ചാർത്തിക്കൊണ്ടുള്ള പ്രതികരണം വരുന്നത്. പക്ഷേ ഇതിൽ രണ്ടാമത്തെ കാര്യം ഇതിൽ എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. അതായത് കോൺഗ്രസിൽ നിലനിൽക്കുന്ന ഭിന്നതകൾ ഈ അൻവറെ ചാരി മുന്നോട്ട് വയ്ക്കുന്നു നേതാക്കൾ എന്ന കാര്യവും കൂടി ഇവിടെ എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. കോൺഗ്രസിനകത്ത് ഭിന്നതയുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. പക്ഷേ പ്രതികരണങ്ങൾ കേൾക്കുമ്പോൾ നമുക്കത് മനസ്സിലാകുന്നുണ്ട്. എന്നാൽ വി.ഡി. സതീശൻ മാധ്യമങ്ങളെ പഴിക്കുകയാണ് ചെയ്തത്.